ഹായ് ഓൾ. ഇനി നമുക്ക് പെൻഡിങ് ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സാണ്. ഇൻട്രൊഡക്ഷൻ ടു ഇൻഷുറൻസും അതുപോലെ അത് മൊഡ്യൂൾ 4 ആണ്. പിന്നെ നമുക്ക് മൊഡ്യൂൾ 5 ഒരു ചാപ്റ്റർ, അത് LIC ലൈഫ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇത് രണ്ടും കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ഒരു ചാപ്റ്റേഴ്സാണ്. നമുക്ക് അതിൽ ഇൻഷുറൻസ് പറയുമ്പോൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, പക്ഷേ വളരെയധികം ക്വസ്റ്റ്യൻസ് വരുന്നൊരു ഏരിയയാണ് ഇൻഷുറൻസ്. അതിൽ ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. നമുക്ക് അത് സിമ്പിളായിട്ടുള്ള ഭാഗങ്ങൾ വേഗം നമുക്ക് പറഞ്ഞു പോവാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കൂടുതലായിട്ട് പറയുന്നുള്ളൂ. ബാക്കി ഇനി നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ പഠിക്കാനായിട്ട് നോക്കുക. അതിൽ ചെറിയ ടോപ്പിക്സുകൾ 2 മാർക്സിനും 4 മാർക്സിനൊക്കെ കവർ ചെയ്യാനായിട്ട് വരും. ഷോർട്ട് ടെസ്റ്റ് ഒക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് തന്നെ നിങ്ങൾ ഓറിയൻറ്റ് ചെയ്തിട്ട് പഠിക്കാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഡു യു മീൻ ബൈ ഇൻഷുറൻസ്? According to John Magee, insurance is a plan wherein persons collectively share the losses of risk. എന്താണ് ഇൻഷുറൻസ് പറയുന്നത്? റിസ്ക് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഒരു പ്ലാനാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും പല ടൈപ്പിലുള്ള ഇൻഷുറൻസ് അറിയുന്നുണ്ടാകും. വെഹിക്കിളിന് ഇൻഷുറൻസ് എടുക്കാറുണ്ട്, വീടിന് ഇൻഷുറൻസ് എടുക്കാറുണ്ട്, ഫയർ ഇൻഷുറൻസ് എടുക്കാറുണ്ട്, അങ്ങനെ പല, നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് അടക്കം നമ്മൾ എടുക്കാറുണ്ട്. അതൊക്കെ എന്താണ്? ഓരോ കേസിലും വീടിനാണെങ്കിൽ വീടിന് എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസ് വന്നിട്ട് എന്തെങ്കിലും കേടുപാടുകൾ വരാം. ഫയർ ഇൻഷുറൻസ് പറയുമ്പോൾ ഏതെങ്കിലും സ്റ്റോക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഫയർ റിലേറ്റഡ് ആയിട്ട് ഡാമേജുകൾ സംഭവിക്കാം. ഹെൽത്ത് ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരാം, ഓപ്പറേഷൻ അങ്ങനെയുള്ള കേസുകൾ വരാം. അതുപോലെ തന്നെ വെഹിക്കിൾ ആകുമ്പോൾ ആക്സിഡൻറ്റുകൾ സംഭവിക്കാം. ഇങ്ങനെ കുറേ പല ടൈപ്പിലുള്ള ഐറ്റംസിന് പല രീതികളിൽ റിസ്ക് ഓഫ് ലോസസ് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അത് നമുക്ക് റിഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ അത് അങ്ങനെ റിസ്ക് വരുമ്പോൾ നമുക്കത് മീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്ലാൻ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് ഇൻഷുറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പല ടൈപ്പിലുള്ള ഇൻഷുറൻസുകൾ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കത് കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നാം. എല്ലാം സെയിമാണ്. ഫീച്ചേഴ്സിൽ തന്നെ നമുക്ക് അഡ്വാൻറ്റേജസ് ആയിട്ട് എഴുതാം, ഡിസഡ്വാൻറ്റേജസ് ആയിട്ടും എഴുതാനായിട്ട് പറ്റും. അത് പ്രീവിയസ് ഇയറിലെ essay ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ഏരിയയും കൂടിയാണ്. നമുക്ക് ചെറുതായിട്ട് കോമൺ ആയിട്ട് പറയാൻ പറ്റുന്ന പോയിൻ്റ് എന്താണ്? റിസ്ക് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്, അതുപോലെ റിസ്കിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണെന്ന് പറയാം. നമുക്ക് കുറേ ആളുകൾ ഇൻഷുർഡ് ആയിട്ടുള്ള കുറേ ആളുകളുണ്ട്. ഇൻഷുറൻസ് ഒരു ചാരിറ്റി അല്ല. ഇൻഷുറൻസ് എന്താണ്? നമ്മൾ ലോസ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു പ്ലാനാണ്, അല്ലാതെ അതൊരു ചാരിറ്റി അല്ല, ഗാംബ്ലിംഗ് അല്ല. അതുപോലെ ഇതൊരു കോൺട്രാക്റ്റ് ആണ്, സോഷ്യൽ ഡിവൈസ് ആണ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇങ്ങനെയൊക്കെ നമുക്ക് ഇൻഷുറൻസിന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതൊക്കെ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് ആയിട്ടും നമുക്ക് പറയാം. ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് എന്താ പറയാൻ പറ്റാം? ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവുണ്ടാകും, കോസ്റ്റ് ഇൻക്രീസ്ഡ് ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു വെഹിക്കിളിന് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ, വണ്ടിയൊക്കെ വീട്ടിലുള്ളവർക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും, വർഷത്തിൽ നമ്മൾ ഒരു 2 വീലറിന് നമുക്ക് മിനിമം തേർഡ് പാർട്ടി ആണെങ്കിലും നമുക്കൊരു 2000-ൻ്റെ അടുത്ത് നമുക്കൊരു ഇൻഷുറൻസിൻ്റെ പ്രീമിയം വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇതുകൊണ്ട് വർഷത്തിൽ എത്ര കൊല്ലം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള വണ്ടിയാണെങ്കിലും അതുകൊണ്ട് നമുക്കൊരു ഉപകാരം ഉണ്ടായിട്ടുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല. ചില ആക്സിഡൻ്റ് ആവാത്ത വണ്ടികളാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇൻഷുറൻസ് അടച്ചു പോകുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ അതുകൊണ്ട് അത് അടയ്ക്കാതിരിക്കാൻ പറ്റുമോ? അത് കമ്പൽസറി ആയതുകൊണ്ട് വെഹിക്കിൾ ഇൻഷുറൻസ് മാത്രമാണ് ആളുകൾ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് എനിക്ക് തോന്നുന്നു മിക്ക വീടുകളിലും ആളുകൾക്കും അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വെഹിക്കിളിൻ്റെ ഇൻഷുറൻസ് ആകുമ്പോൾ എല്ലാവർക്കും കോമൺലി അറിയാൻ പറ്റും, അത് കമ്പൽസറി ആണ്, ലീഗൽ, അല്ലെങ്കിൽ പോലീസ് പിടിക്കും, ഇങ്ങനെയുള്ള പേടി കൊണ്ട് ആളുകൾ അത് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ ഇൻഷുറൻസിൻ്റെ നീഡ്, പർപ്പസ് ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. അതിൻ്റെ നീഡ് എന്ന് പറയുന്നത് വളരെ വലിയ നീഡ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് അൺവാണ്ടഡ് ഇവൻറ്റ്സ് അല്ലെങ്കിൽ റിസ്ക് വരുമ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു നീഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിൽ there are 3 parties involved in insurance. ഇൻഷുറൻസിൽ മെയിനായിട്ട് 3 പാർട്ടീസാണുള്ളത്. ഒന്ന് ഇൻഷുററാണ്, ഒന്ന് ഇൻഷുർഡ് ആണ്, ഒന്ന് ബെനിഫിഷ്യറി ആണ്. ഇൻഷുർഡ് എന്ന് പറയുന്നത് ആരാണ്? ദ പേഴ്സൺ കവേർഡ് ബൈ ഇൻഷുറൻസ്. അതായത് ഇൻഷുറൻസിൽ കവർ ചെയ്യുന്ന വ്യക്തിയെയാണ് ഇൻഷുർഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനാണ് ഇൻഷുറൻസ് എടുക്കുന്നതെങ്കിൽ എൻ്റെ ഹെൽത്തിന് വേണ്ടി ഞാൻ ഇൻഷുറൻസ് എടുക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ വീടിന് വേണ്ടി ഞാൻ ഇൻഷുറൻസ് എടുക്കുന്നു. അപ്പോൾ ഇൻഷുറൻസ് എടുത്തിട്ടുള്ള വ്യക്തി ഞാനാണ് ഇൻഷുർഡ് എന്ന് പറയുന്ന വ്യക്തി.
ഇനി ഇൻഷുറർ എന്ന് പറയുന്നത് ആരാണ്? ആരിൽ നിന്നാണോ ഇൻഷുറൻസ് എടുത്തിട്ടുള്ളത്, ആരാണോ നമ്മുടെ ലോസ് ഇൻഡെംനിഫൈ ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് എ പേഴ്സൺ കോൺട്രാക്റ്റിംഗ് ടു ഇൻഡെംനിഫൈ അഗെയിൻസ്റ്റ് എ ലോസ് ഈസ് കോൾഡ് ഇൻഷുറർ. ഞാനിപ്പോൾ നാഷണൽ ഇൻഷുറൻസിൽ നിന്ന് എടുത്തിട്ടുണ്ടാകാം, ന്യൂ ഇന്ത്യ ലൈഫിൽ നിന്ന് നമുക്ക് എടുക്കാം, അതുപോലെ യുണൈറ്റഡിൽ നിന്ന് എടുക്കാം, ഇനി SBI ലൈഫിൽ നിന്നോ, അല്ലെങ്കിൽ നമുക്ക് പല ബാങ്കുകളിൽ നിന്നും ഇപ്പോൾ ഇൻഷുറൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ എവിടെ നിന്നാണോ നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത് അവരാണ് ഇൻഷുറർ. ആരാണോ നമ്മുടെ ലോസ് ഇൻഡെംനിഫൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത്, കോൺട്രാക്റ്റ് ചെയ്തിട്ടുള്ളത്, അവരാണ് ഇൻഷുറർ. രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ ആവരുത്. ചിലപ്പോൾ 2 മാർക്സിന് ക്വസ്റ്റ്യൻ ചോദിക്കുക ഹൂ ഈസ് ഇൻഷുർഡ് എന്നായിരിക്കും, അല്ലെങ്കിൽ ഹൂ ഈസ് ഇൻഷുർഡ് എന്നായിരിക്കും, അല്ലെങ്കിൽ വാട്ട് ഡു യു മീൻ ബൈ, അങ്ങനെയും ചോദിക്കാം ക്വസ്റ്റ്യൻസ്. ഇനി അത് ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ആരാണ്? ബെനിഫിഷ്യറി എന്ന് പറയുന്നതും ഇൻഷുർഡ് എന്ന് പറയുന്ന വ്യക്തിയും മിക്ക കേസുകളിലും സെയിം പേഴ്സൺസ് ആകാം. മിക്ക കേസുകളിലും സെയിം പേഴ്സൺ ആവാൻ ചാൻസ് ഇല്ല. ബെനിഫിഷ്യറി ആരാണ്? ദ പേഴ്സൺ ടു ഹൂം ദ ഇൻഡെംനിറ്റി ഈസ് പെയ്ഡ് ഈസ് കോൾഡ് ബെനിഫിഷ്യറി. ആർക്കാണോ നഷ്ടപരിഹാരം കൊടുത്തിട്ടുള്ളത് അവരാണ് ബെനിഫിഷ്യറി. ഇപ്പോൾ ഹെൽത്തൊക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ കിട്ടും. അപ്പോൾ ഞാൻ ഇൻഷുറൻസ് എടുത്തു, ഇൻഷുർഡ് ഞാനാണ്. ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കേസിൽ എനിക്ക് എൻ്റെ അസുഖം വന്നാലാണ് അത് നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ നമുക്ക് ചില കേസുകളിൽ നമ്മളുടെ വീടുകളിലുള്ള ആളുകൾക്കും കൊടുക്കാറുണ്ട് ചില ഇൻഷുറൻസിൻ്റെ കേസുകളിൽ. അതുപോലെ വെഹിക്കിളിൻ്റെ ഇൻഷുറൻസ് ആണെങ്കിലോ, വെഹിക്കിളാണെങ്കിൽ ഓപ്പോസിറ്റ് പാർട്ടിക്കാവും കിട്ടുന്നുണ്ടാവാം. നമ്മുടെ വണ്ടി വേറൊരു വണ്ടിയുമായിട്ട് ഇടിച്ചു, അപ്പോൾ തേർഡ് പാർട്ടിയുടെ കേസിലൊക്കെ ആണെങ്കിൽ ഏത് വണ്ടിയുമായിട്ട് ആണോ ഇടിച്ചിട്ടുള്ളത്, ആക്സിഡൻ്റ് ആയിട്ടുള്ളത്, അവർക്ക് എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ അവർക്കാണിത് കിട്ടുക. അപ്പോൾ നമ്മൾ ഇൻഷുറൻസ് അടയ്ക്കുന്നു, പക്ഷേ ഇൻഷുറൻസിൻ്റെ ബെനിഫിറ്റ് കിട്ടിയത് വേറെ വ്യക്തിക്കാണ്. അപ്പോൾ ആർക്കാണോ കിട്ടുന്നത് ബെനിഫിറ്റ് അവരാണ് ബെനിഫിഷ്യറി. ഇൻഷുർഡും ബെനിഫിഷ്യറിയും രണ്ടും ഒന്നാവാനുള്ള ചാൻസസും കുറവാണ്. ഇനി നമുക്ക് ഫങ്ഷൻസ് ആണ്. ഇൻഷുറൻസിൻ്റെ ഫങ്ഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് 3 രീതികളിൽ ഫങ്ഷൻസിനെ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് പ്രൈമറി ഫങ്ഷനാണ്, രണ്ടാമത്തത് സെക്കൻഡറി ഫങ്ഷനാണ്, മൂന്നാമത്തത് അതർ ഫങ്ഷൻസ് ആണ്. അപ്പോൾ പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് തന്നെയാണ്. പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുക, റിസ്ക് ബിയറിങ് കളക്ട് ചെയ്യുക, റിസ്ക് ഇവാലുവേറ്റ് ചെയ്യുക, സെർട്ടനിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പ്രൈമറി ഫങ്ഷൻസ് വരുന്നത്. റിസ്ക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പ്രൈമറി. സെക്കൻഡറി ഫങ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ലോസിനെ പ്രിവെൻറ്റ് ചെയ്യുക, അതുപോലെ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുക, ലാർജ് റിസ്ക് സ്മോൾ ക്യാപിറ്റലിൽ എത്തിച്ചിട്ടുള്ള ലാർജ് റിസ്ക് കവർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഈ ഇൻഷുറൻസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് ഇവരെന്താ ചെയ്യുന്നത്, ഇൻഷുറൻസ് കമ്പനികൾ എന്താ ചെയ്യുന്നത്, അത് കൊണ്ടുപോയി വലിയ വലിയ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യും. എന്നിട്ട് അവിടെ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റുകളാണ് ഇനി ഇൻ കേസ് എന്തെങ്കിലും ലോസുകൾ വരുമ്പോൾ ഒക്കെ അവർ ഇൻഡെംനിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യണത്. അല്ലാതെ ഈ കുറഞ്ഞ പൈസ എല്ലാവരെയും നിന്നും കളക്ട് ചെയ്ത് എല്ലാവർക്കും ആക്സിഡൻ്റ് ആയി അല്ലെങ്കിൽ എല്ലാവർക്കും ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യണം, അപ്പോൾ കമ്പനിക്ക് ലോസാണല്ലോ സംഭവിക്കുക. അപ്പോൾ പല ആളുകളുടെ നിന്ന് 2000 രൂപ കളക്ട് ചെയ്യുമ്പോൾ ഈ കമ്പനിക്ക് ഒരുപാട് എമൗണ്ട് ആവും. ഇത് കൊണ്ടുപോയി വലിയ വലിയ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇൻഷുറൻസ് കമ്പനികൾ ചെയ്യുന്നത്. അല്ലാണ്ട് അവരത് കയ്യിൽ വെച്ചിട്ട് ആ എമൗണ്ട് കയ്യിൽ വെച്ചിരിക്കുന്നില്ല, അവർക്കും പ്രോഫിറ്റ് അങ്ങനെയാണ് കിട്ടുന്നത്. അല്ലാണ്ട് ഈ ഇൻഷുറൻസ് പ്രീമിയം കൊണ്ട് അവർക്ക് വലിയ ലാഭമൊന്നും ഉണ്ടാക്കുന്നില്ല. ഓക്കെ, ഇനി പിന്നെ നമുക്കതിലെ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ടൂളാന്ന് പറയാം. നമ്മൾ സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് അതൊരു അങ്ങനെയുള്ളൊരു ടൂളാണെന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് പറയുന്ന ഒരു ടോപ്പിക്ക്. അത് എസ്സേ ആയിട്ടും ഏതെങ്കിലും ഒരു പ്രിൻസിപ്പിൾ 2 മാർക്സിനോ 4 മാർക്സിനോ വരാനും ചാൻസസ് ഉണ്ട്. ഈ ഒരു ഏരിയ വരാതിരിക്കാനേ ചാൻസ് ഇല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് നമുക്കൊരു 7 എണ്ണമാണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ആണ്. ദ ഇൻഷുർഡ് മസ്റ്റ് ഹാവ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഇൻ ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ദ ഇൻഷുറൻസ്. അതാണ് ഏറ്റവും വലിയ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതായത് ഏത് സബ്ജക്റ്റിനാണോ നമ്മൾ ഇൻഷുറൻസ് കൊടുക്കുന്നത് അതിന് ഇൻഷുർഡിന് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു സബ്ജക്റ്റിന് ഇൻഷുറൻസ് എടുക്കാനായിട്ട് പാടില്ല. അതായത് ഞാൻ ആണ് ഇൻഷുർഡ്, എൻ്റെ ഹെൽത്തിന് ഇൻഷുറൻസ് എടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഹെൽത്തിനോട് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാണ്ടിരിക്കുമോ?
എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണല്ലോ ഞാൻ അത് ഇൻഷുറൻസ് എടുക്കുന്നത്. പക്ഷെ പല കേസുകളിൽ ഇങ്ങനെ പറ്റിക്കപ്പെടാനായിട്ടുള്ള കുറേ കേസുകളുണ്ട്. നമുക്ക് സബ്ജക്റ്റിനോട് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു സബ്ജക്റ്റ് മാറ്ററിന് നമ്മൾ ഇൻഷുറൻസ് എടുക്കുക, പിന്നെ നമ്മൾ അടയ്ക്കാതിരിക്കുക, അങ്ങനത്തെ കേസുകൾ ഉണ്ടാവാനായിട്ട് പാടില്ല. ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബേസിക് പ്രിൻസിപ്പിളാണ് ഇൻഷുറൻസിൻ്റെ. ദെൻ സെക്കൻഡ് വൺ, അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഫയർ ഇൻഷുറൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഗുഡ്സിന് വേണ്ടി നമ്മൾ ഫയർ ഇൻഷുറൻസ് എടുത്തു, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിക്ക് വേണ്ടി ഫയർ ഇൻഷുറൻസ് എടുത്തു. എന്നിട്ട് നമ്മൾ ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടി ചിലർ എന്ത് ചെയ്യും, ആ സാധനം വെറുതെ കത്തിക്കും. അതല്ലെങ്കിൽ മനഃപൂർവ്വം അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ആക്സിഡൻറ്റ് ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ടാവുമ്പോഴാണല്ലോ മാക്സിമം നമ്മൾക്ക് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ നശിപ്പിക്കാൻ നോക്കുക. ഇപ്പോൾ എൻ്റെ ഹെൽത്തിൻ്റെ കേസൊക്കെ ആണെങ്കിൽ എനിക്ക് അസുഖം ഞാൻ മനഃപൂർവ്വം ഉണ്ടാക്കിയിട്ട് ഇൻഷുറൻസ് എടുക്കാനായിട്ട് നോക്കില്ലല്ലോ. നമുക്ക് ഹെൽത്ത് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഷുറൻസ് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല എന്നല്ലേ നമ്മൾ വിചാരിക്കുള്ളൂ. പക്ഷെ പലരും ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇൻഷുറൻസ് പോയി എടുക്കും, എന്നിട്ട് മനഃപൂർവ്വം എന്തെങ്കിലും ഇഷ്യൂസ് ആക്സിഡൻറ്റ് ഉണ്ടാക്കിയിട്ട് ചെയ്യണവരും ഉണ്ട്, ലോകത്തുണ്ട്. അപ്പോൾ നമുക്കതിനാണ് ബേസിക് പ്രിൻസിപ്പിളായിട്ട് അത് പറയുന്നത്. പിന്നെ രണ്ടാമത്തത് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് ആണ്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് ദർ മസ്റ്റ് ബി അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് ആൻഡ് മ്യൂച്വൽ കോൺഫിഡൻസ് ബിറ്റ്വീൻ ഇൻഷുർഡ് ആൻഡ് ഇൻഷുറർ. ഇൻഷുററും ഇൻഷുർഡും തമ്മിൽ നല്ല ഗുഡ് ഫെയ്ത്ത് ഉണ്ടായിരിക്കണം. അവർ തമ്മിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കണം, വിശ്വാസം ഉണ്ടായിരിക്കണം. എന്തൊരു ബന്ധത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു വിശ്വാസം എന്നുള്ളതാണ്. അപ്പോൾ ഇൻഷുററും, അതായത് ആ കമ്പനിയും ആ വ്യക്തിയും തമ്മിൽ, ആരാണ് ഇൻഷുറൻസ് എടുക്കുന്നത് ആ വ്യക്തിയും തമ്മിൽ നല്ല ഫെയ്ത്ത് ഉണ്ടായിരിക്കണം. അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറയുന്നതാണ്. അപ്പോഴാണ് അവിടെ പല മിസ്കോണ്ടാക്ട്സുകളും ഒഴിവാക്കാനായിട്ട് പറ്റുക. ഇനി മൂന്നാമത്തത് ഇൻഡെംനിറ്റി ആണ്. എ കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ് എക്സെപ്റ്റ് കോൺട്രാക്ട് ഓഫ് ലൈഫ് ഇൻഷുറൻസ് ഈസ് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി. ദിസ് മീൻസ് ദാറ്റ് ഇൻഷുർഡ് ഇൻ കേസ് ഓഫ് ലോസ് against which the policy has been issued shall be paid the actual amount of loss or value of policy whichever is less. നമുക്ക് ലൈഫ് ഇൻഷുറൻസിൻ്റെ കേസിൽ ഒഴികെ ബാക്കിയുള്ള എല്ലാ ഇൻഷുറൻസും എന്താണ്, ഇൻഡെംനിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നഷ്ടപരിഹാരമാണ്. ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ലൈഫ് ഇൻഷുറൻസ് എപ്പോഴാണ് കിട്ടുക, ഒരാൾ മരിക്കുമ്പോൾ, അതല്ലെങ്കിൽ ആ പീരീഡ് കഴിയുമ്പോൾ. 10 ഇയേഴ്സിൻ്റെ ആണെങ്കിൽ 10 ഇയേഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ആ പോളിസി എമൗണ്ട് നമുക്ക് റിട്ടേൺ ബാക്ക് ചെയ്യും. പക്ഷേ അതല്ലെങ്കിൽ ആ വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ആ വ്യക്തി മരിച്ചു കഴിഞ്ഞ് നമ്മളൊരു ഇൻഷുറൻസ് എമൗണ്ട് കൊടുത്താൽ അതൊരു ഇൻഡെംനിറ്റി എന്ന് പറയാൻ പറ്റുമോ, നഷ്ടപരിഹാരം എന്ന് പറയാൻ പറ്റുമോ? അയാളുടെ ജീവന് പകരം തന്നിട്ടുള്ളതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമുക്കൊരു വീട് അല്ലെങ്കിൽ ഒരു ഫയർ ഇൻഷുറൻസ് എടുത്തു, അത് കത്തി നശിച്ചു, നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, അതിന് എമൗണ്ട് തരുമ്പോൾ അതൊരു ഇൻഡെംനിറ്റിയാന്ന് പറയാം, നഷ്ടപരിഹാരമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അത് നമുക്ക് വീണ്ടും പുതുക്കി പണയാനോ എന്തിനെങ്കിലും യൂസ് ചെയ്യാം. ഇനി നമുക്ക് സബ്റോഗേഷനാണ്. സബ്റോഗേഷൻ ഈസ് എ ട്രാൻസ്ഫർ ഓഫ് റൈറ്റ്സ് ആൻഡ് റെമഡീസ് ഓഫ് ദ ഇൻഷുർഡ് ടു ദ ഇൻഷുറർ ഹു ഹാസ് ഇൻഡെംനിഫൈഡ് ദ ഇൻഷുർഡ് ഇൻ റെസ്പെക്ട് ഓഫ് ലോസ്. സബ്റോഗേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ലോസ് സംഭവിച്ച വസ്തു ഉണ്ടല്ലോ, ഇൻഷുർഡിൽ നിന്ന് ഇൻഷുററിലേക്ക് നമ്മൾ റൈറ്റ്സ് ആൻഡ് റെമഡീസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അതായത് ഇൻഷുർഡിൻ്റെ ആയിരുന്നു ആ പ്രോപ്പർട്ടി. ഇപ്പോൾ വീടാണെങ്കിൽ വീട് ഇൻഷുർഡിൻ്റെ ആയിരുന്നു, അതിൻ്റെ കത്തി നശിച്ചു, വീടിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചു. അപ്പോൾ ഇൻഷുറർക്കാണ് പിന്നീട് അതിൻ്റെ റൈറ്റ്സും വരുന്നത്. ഇൻഷുററാണ് പിന്നെ ആ വീട് അങ്ങനെ നശിപ്പിച്ചു അല്ലെങ്കിൽ നശിച്ചു പോയി, അതല്ലെങ്കിൽ ഒരാളുടെ ഹെൽത്തിന് ഇൻഷുറൻസ് എടുത്ത് അയാൾക്ക് അസുഖം വന്നു, പിന്നെ നമ്മളുടേതല്ല പ്രോപ്പർട്ടി, ശരിക്കും ഇൻഷുററിൻ്റെ ആണ്, അയാൾ അതിന് എന്ത് ചെയ്യണം, നഷ്ടപരിഹാരം തരണം. അപ്പോൾ ഇൻഷുർഡിൽ നിന്ന് ഇൻഷുററിലേക്ക് ഈ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്ത് ചെയ്യാണ്, ട്രാൻസ്ഫർ ചെയ്യാണ്. ആ ട്രാൻസ്ഫർ ചെയ്യും ശരിക്കും, അതാണ് സബ്റോഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ കേസ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അപ്പോൾ എനിക്കൊരു അസുഖം വന്നു, ഞാൻ തന്നെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി, എൻ്റെ മെഡിക്കൽ എക്സ്പെൻസ് ഞാൻ തന്നെ നോക്കണം. പക്ഷേ ഇൻ കേസ് ഞാനൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ, എനിക്കൊരു അസുഖം വന്നു, ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, പക്ഷേ എൻ്റെ ചിലവ് ആരാ നോക്കുക, ഇൻഷുറൻസ് കമ്പനിയാണ് നോക്കുക. അപ്പോൾ എൻ്റെ ബാധ്യതകൾ എന്താണ്, ഇൻഷുറൻസ് കമ്പനിക്ക് അവിടെ ട്രാൻസ്ഫർ ചെയ്തു. അതാണ് സബ്റോഗേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഈ സബ്റോഗേഷൻ എന്ന് പറയുന്നത് 2 മാർക്സിനൊക്കെ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഇതിൽ പല കാര്യങ്ങളും 2 മാർക്സിന് നമ്മൾ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഭാഗങ്ങളാണ്.
ഇനി കോസ പ്രോക്സിമയാണ്. കോസ പ്രോക്സിമ മീൻസ് ദ മോസ്റ്റ് ഇമ്മീഡിയറ്റ് കോസ് വിച്ച് റിസൾട്ട് ഇൻ ടു ഡെഫിനിറ്റ് ലോസ്. കോസ പ്രോക്സിമ എന്ന് പറയുന്നത് വളരെ നിയറസ്റ്റ് ആയിട്ടുള്ള കോസാണ്. അതായത് എന്തുകൊണ്ടാണ് ലോസ് വരാനായിട്ടുള്ള ചാൻസ് ഉള്ളത്, ആ ഇമ്മീഡിയറ്റ് കോസാണ് കോസ പ്രോക്സിമ. കോസ എന്ന് പറയുമ്പോൾ തന്നെ കോസ്, എന്താണ് കാരണം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു വീടിന് ഇൻഷുറൻസ് എടുത്തുള്ളത് ഫയർ ഇൻഷുറൻസ് ആണെങ്കിൽ വീട് ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണു, അതിന് ഇൻഷുറൻസ് കിട്ടുമോ? ഇല്ല. എന്തിനു വേണ്ടിയാണോ നമ്മൾ ഇൻഷുറൻസ് എടുത്തത്, ഫയർ ആണെങ്കിൽ ഫയർ, അതിന് വേണ്ടി മാത്രം തന്നെയാണ് ഇൻഷുറൻസ് കിട്ടുള്ളൂ. അപ്പോൾ ചിലപ്പോൾ വീടിന് എന്തെങ്കിലും കേടുപാടുകൾ വന്ന് ലാസ്റ്റ് അത് കത്തിയിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ എന്തായാലും എന്താണ് അതിൻ്റെ നിയറസ്റ്റ് കോസ്, എന്തുകൊണ്ടാണ് അത് നശിച്ചു പോയത്, അതിൻ്റെ നിയറസ്റ്റ് കോസിന് മാത്രമാണ് അവിടെ ഇൻഡെംനിറ്റി ചെയ്യുള്ളൂ. അതാണ് കോസ പ്രോക്സിമ. ദ നെക്സ്റ്റ് വൺ, മിറ്റിഗേഷൻ ഓഫ് ലോസ്. മിറ്റിഗേഷൻ ഓഫ് ലോസ് മീൻസ് ടു മിനിമൈസ് ടു ഓർ റെഡ്യൂസ് ദ സെവിയറിറ്റി ഓഫ് ലോസ് ആണ്. മിറ്റിഗേഷൻ ഓഫ് ലോസ് എന്ന് പറയുന്നത് പരമാവധി നമ്മൾ ഈ ഒരു ലോസ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം ഒരു സാധനത്തിന് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഫയർ ആണെങ്കിലും വേറെ എന്താണെങ്കിലും അതിന് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിലും നമുക്കിങ്ങനെ തോന്നുകയാണ് ഇത് നശിച്ചു പോയാലും കുഴപ്പമൊന്നുമില്ല, ഇൻഷുറൻസ് കിട്ടുമല്ലോ. പക്ഷെ അങ്ങനെയല്ല, അത് ലോസ് വരാനുള്ള ചാൻസ് നമ്മൾ പരമാവധി കുറയ്ക്കണം. അത് നശിച്ചോട്ടെ, അപ്പോൾ നമ്മളിങ്ങനെ നോക്കിക്കണം, വീട് നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടല്ലോ, അത് പോയിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ നോക്കി നിൽക്കരുത്. അത് പരമാവധി ആ ലോസ് നമ്മൾ എന്ത് ചെയ്യണം, കുറയ്ക്കാനായിട്ട് നോക്കണം. അതാണ് mitigation of loss. And last one, contribution. It is another outcome of principle of indemnity where there are two or more insurance on one risk. The principle of contribution comes into play. The aim of contribution is to distribute the actual amount of loss. നമുക്ക് ലോസ് എത്രയാണോ വന്നിട്ടുള്ളത് ആ ആക്ച്വൽ എമൗണ്ട് ആണ് നമ്മളിവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുള്ളൂ. അതായത് നമുക്കിപ്പോൾ 2 അതിൽ കൂടുതലോ ഇൻഷുറൻസ് ഒരെണ്ണത്തിന് എടുത്തിട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ അപ്പോഴാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അതായത് ഇപ്പം ഞാൻ നാഷണൽ ഇൻഷുറൻസിലും എടുത്തിട്ടുണ്ട് എൻ്റെ വീടിനൊരു ഇൻഷുറൻസ്, അതുപോലെ ന്യൂ ഇന്ത്യയിലും 2 കമ്പനികളിൽ ഞാൻ എൻ്റെ വീടിന് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വീടിന് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ 2 കമ്പനിയിൽ നിന്നും ഇൻഷുറൻസ് കിട്ടുമോ? കിട്ടില്ല. എത്രയാണോ ആക്ച്വൽ ലോസ് അതിന് വേണ്ടി മാത്രമേ നമുക്കവിടെ ഇൻഷുറൻസ് കിട്ടുള്ളൂ. നമ്മൾ ആക്ച്വലി ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഡാറ്റാബേസിൽ എന്തായിരിക്കും, ഒരു ഇൻഷുറൻസ് കിട്ടുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് ആക്ച്വൽ ലോസ് എത്രയാണോ അതിന് വേണ്ടി മാത്രമേ നമുക്ക് കിട്ടുള്ളൂ, ഇൻഷുറൻസ് കിട്ടുള്ളൂ. ഇതാണ് ബേസിക് പ്രിൻസിപ്പിൾ. ഓക്കെ, നമുക്ക് ബേസിക് പ്രിൻസിപ്പിളാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് ജനറൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അപ്പോൾ ബേസിക് പ്രിൻസിപ്പിളും ജനറൽ പ്രിൻസിപ്പിളും തമ്മിൽ കൺഫ്യൂഷൻ ആവരുത്. ജനറൽ പ്രിൻസിപ്പിൾ